എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലീനിയർ ഇക്വേഷൻ എങ്ങനെ ഗ്രാഫിൽ വരിക എന്നുള്ളത് നോക്കി, അതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നതൊക്കെ നോക്കി. ഇന്ന് നമ്മൾ എക്സസൈസ് 4.3ലുള്ള ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഡ്രോ ദ ഗ്രാഫ് ഓഫ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ലീനിയർ ഇക്വേഷൻ ഇൻ 2 വേരിയബിൾ. അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ അതിൽ വരുന്നത് നമുക്ക് x + y = 4. ഇത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെയാണ്, ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞിട്ട് പോകുന്നു, പെട്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ x + y = 4 ഇങ്ങനെ തന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രാഫ് വരയണമെങ്കിൽ 2 പോയിന്റ്സ് വേണം, x ആക്സിസിലും y ആക്സിസിലും ഉള്ള പോയിന്റ്സ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ നമുക്ക് ഈ ഇക്വേഷൻ ഇങ്ങനെ മാറ്റാം. y = 4 - x എന്ന് എഴുതാം. നമുക്ക് അതിൻ്റെ സൊല്യൂഷൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിൽ. അപ്പോൾ നമ്മൾ x y ഇതിൽ നമ്മൾ ഫസ്റ്റ് എക്സിന് 0 കൊടുക്കും. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് y എന്ത് കിട്ടും, 4 കിട്ടി. അതുപോലെ എക്സിന് ഞാൻ 1 ആണ് കൊടുക്കുന്നത്. എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ y എന്ന് പറയുന്നത് ഇവിടെ 4 - 1 3. ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ ചെയ്യാൻ കഴിയും. അപ്പം 1 3. ഇനി ഒരു പോയിന്റും കൂടി വേണമെങ്കിൽ കണ്ടുപിടിക്കാം. 2 ആണ് കൊടുക്കുന്നതെങ്കിൽ എക്സിന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ y എന്ന് പറയുന്നത് 4 - 2 2. ഇങ്ങനെ കിട്ടി. അതിനുശേഷം നമുക്ക് ഇതിപ്പോൾ ചെറിയ പോയിന്റ്സ് ആണ്, അപ്പോൾ പോസിറ്റീവ് സൈഡ് മാത്രമേ ഉള്ളൂ. ഗ്രാഫ് വരെയും ഈ സൈഡ് കുറച്ച് വലുതായിട്ട് ഇങ്ങനെ വരഞ്ഞാൽ മതി. 1 2 3 പോയിന്റ് നോക്കിയിട്ട് അതിനനുസരിച്ച് കൊടുക്കുക. ഇവിടെ ഇപ്പോൾ ചെറിയ പോയിന്റ്സ് ആയതുകൊണ്ട് 1 യൂണിറ്റ് തന്നെ കൊടുത്താൽ മതി. 3 4. അതിനുശേഷം എക്സ് ആക്സിസിൽ 0, വൈ ആക്സിസിൽ 4. വൈ ആക്സിസിൽ ഒരു പോയിന്റ് വരികയാണെങ്കിൽ അത് x 0 ആയിട്ട് നമ്മൾ പഠിച്ചതല്ലേ. അപ്പോൾ 0 4 ഇവിടെ വന്നു. 1 3, x 1 y 3. അതിന് കറക്റ്റായിട്ട് ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യാം. x ആണ് 1, y 3 ആണ്. പോയിന്റ് കറക്റ്റായി മാറും. അതുപോലെ അടുത്തത് വരുന്നത് 2 2 ആണ്. ഇവിടെ നമ്മുടെ y എക്സ് ഗ്രാഫിൽ പറഞ്ഞാലേ കറക്റ്റായിട്ട് കിട്ടുള്ളൂ. 2 2 കണ്ടില്ലേ. അപ്പോൾ ഇങ്ങനെയാണ് പോയിന്റ് വരുന്നത്. ഇതിനെ നമ്മൾ ഇങ്ങനെ ചേർന്ന് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ്റെ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. എപ്പോഴും സ്ട്രെയിറ്റ് ലൈനേ വരുള്ളൂ. അത് ചിലപ്പോൾ പോസിഷൻ ഒന്നുമില്ല, ഇങ്ങോട്ടായിരിക്കും ഒന്നുമില്ല, ഇങ്ങനെ അത് മാത്രമേ ചേഞ്ച് ഉണ്ടാവുള്ളൂ. ബാക്കി എപ്പോഴും ലീനിയർ ഇക്വേഷൻ്റെ ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. അത് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ അതിൽ അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോൾ 3 = 2x + y, y = 3 - 2x. ഇത് നമുക്ക് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതിൽ ഗ്രാഫ് വരെയാണൊക്കെ നിങ്ങൾക്കറിയാം, പോയിന്റ് കണ്ടുപിടിക്കുന്നത് മാത്രം എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ നമ്മൾ എക്സിന് 0 കൊടുക്കുന്നു. എക്സിന് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ എന്തായി, 3 ആണ് കിട്ടുക. ഇത് ഫുള്ള് 0 ആയി പോകും. ഇപ്പോൾ y 3 കിട്ടി. ഇനി എക്സിന് 1 കൊടുക്കാമെന്ന് വിചാരിക്കും. എക്സിന് 1 കൊടുക്കുകയാണെങ്കിൽ y എന്ന് പറയുന്നത് 3 - 2 × 1. അപ്പോൾ 3 - 2 എന്ന് പറയുന്നത് 1 ആയി. ഇവിടെ x 1 ആവുന്ന സമയത്ത് y 1 ആയി. അതിലിപ്പോൾ സെക്കൻഡ് ക്വസ്റ്റ്യൻ x - y = 2 ആണ്. ഇതിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരിക എന്നുള്ളത് നോക്കാം. ഇതിലിപ്പോൾ നമുക്ക് -y = 2 - x എഴുതുന്നതിനേക്കാൾ എളുപ്പം എന്താണ്, x = 2 + y എന്ന് എഴുതാം. എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ മാറ്റി എഴുതാം. ഇത് ഇങ്ങനെ എഴുതാമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് പോയിന്റ് കണ്ടുപിടിക്കാൻ എളുപ്പമായിരിക്കും ഇങ്ങനെ എഴുതിയാൽ. അല്ലാണ്ട് ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് പിന്നെ നമുക്ക് കൺഫ്യൂഷൻ ഒന്നും വരില്ല. അതുകൊണ്ട് മാത്രം ഇങ്ങനെ എഴുതുന്നതാണ്. ഇനി നമുക്ക് ബോക്സ് കണ്ടുപിടിക്കാം. അതിൻ്റെ x y. ഇപ്പൊ ഇവിടെ നമുക്ക് yക്ക് വാല്യൂ കൊടുക്കാം. ആദ്യം yക്ക് 0 ആണ് കൊടുക്കുന്നതെങ്കിൽ x എന്താവും, 2. y 0 ആവുന്ന സമയത്ത് x എന്ന് പറയുന്നത് 2 + 0 2 ആയി. ഇനി y 1 ആണ് കൊടുക്കുന്നതെങ്കിൽ x എന്തായി, 2 + 1. എളുപ്പമില്ലേ. അപ്പൊ ഇങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്തത് മാത്രം. y 1, അപ്പൊ എഴുതുമ്പോൾ മാറിപ്പോകാൻ പാടില്ല. yക്കാണ് നമ്മൾ 1 കൊടുത്തത്, x 3. ഇനി y 2 കൊടുക്കുകയാണെങ്കിൽ x എന്ന് പറയുന്നത് 2 + 2 4. അപ്പോൾ y 2 x 4. ഈ ഗ്രാഫ് വരിക 1 2 3 4 2 3 4. ഇതിൽ x 2 y 0. ഇപ്പോൾ ഇവിടെ വന്ന പോയിന്റ്. ഇനി x 3 y 1. അപ്പോൾ നമ്മുടെ പോയിന്റ് ഇവിടെ വന്നു. ഇനി 4 2 ഇവിടെ വന്നു. ഏകദേശം ഇങ്ങനെ വരും.
അപ്പം നമ്മുടെ ഗ്രാഫ് ഇങ്ങനെയാണ് പോകുന്നത്. അപ്പം നിങ്ങൾ വിചാരിക്കും നമ്മൾ ഈ പോയിന്റ് ഒന്നും കണ്ടുപിടിച്ചില്ല. നമ്മൾ 3 പോയിന്റ് ഗ്രാഫ് വരയാൻ വേണ്ടിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളത് ഇനി അതിന് പോയിന്റ്സ് ഇങ്ങനെയുണ്ട്. നമ്മൾ പറഞ്ഞില്ലേ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ ആണ് ഇതിനുള്ളത്. ബാക്കി പോയിന്റ് ഇതിൽ ഈ ലൈനിൽ വരുന്നതല്ല ഇതിന്റെ സൊല്യൂഷൻ ആയിരിക്കും. നമ്മൾ കണ്ടുപിടിച്ച പോയിന്റിന് അത് കറക്റ്റ് ചെയ്ത് ഞാനിപ്പോൾ ഗ്രാഫിൽ ഇല്ലാത്തത് കൊണ്ടാണ് ഈ പോയിന്റ് ഇങ്ങോട്ട് നിൽക്കുന്നത്. നിങ്ങൾ ആ പോയിന്റിന് കണക്കായിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ വരഞ്ഞാൽ മതി. അത് ടച്ച് ചെയ്യുന്നതല്ല അതിന്റെ പോയിന്റ് തന്നെയായിരിക്കും. അപ്പൊ അടുത്തത് അതിൽ y ഈക്വൽ ടു 5x ആണ്. y ഈക്വൽ ടു 5x എന്ന് പറയുമ്പോൾ തന്നെയല്ലേ y ഈക്വൽ 3x y ഈക്വൽ ടു 3x y ഈക്വൽ ടു 3x എന്നുള്ളതിനെ നമുക്ക് കണ്ടുപിടിക്കണം. ഇതിന് നമ്മളൊരു പ്രത്യേകത പറഞ്ഞിട്ടുണ്ട് ഇന്നലെ തന്നെ. എന്തായിരിക്കും? രണ്ടും 0 ആയിരിക്കും. ഫസ്റ്റ് നമ്മൾ 0 കൊടുക്കും. അതായത് ഒറിജിനിലൂടെയാണ് ഗ്രാഫ് പോവുക. അത് എപ്പോഴും ഓർമ്മയിൽ ഉണ്ടാവണം. ഇതിനിപ്പോൾ നമ്മൾ മാറ്റമൊന്നും വേണ്ട. എക്സ് വൈ, കാരണം y ഈക്വൽ ടു 3x ആണെന്നുള്ളത്. എക്സിന് ഒരു വാല്യൂ കൊടുക്കുമ്പോൾ നമുക്ക് ഡയറക്റ്റ് y കിട്ടും. ഇപ്പം ഞാൻ എക്സിന് 0 കൊടുക്കുന്നു. അപ്പോൾ y എന്തായി? 3 × 0 0. അതുപോലെ എക്സിന് 1 ആണ് കൊടുക്കുന്നതെങ്കിൽ y 3 ആയി. എക്സിന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ y 6 ആയി. ഗ്രാഫ് നമ്മൾ വരിക. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. ഗ്രാഫ് ഇനി കറക്റ്റായിട്ട് നിങ്ങൾ വരഞ്ഞാൽ മതി. ഫസ്റ്റ് പോയിന്റ് ഇവിടെ ആയിരിക്കും 0 0, പിന്നെ 1 3 ഇല്ലേ? അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ഗ്രാഫ്. 0-ലൂടെ പോകും. അത്രയേ ഉള്ളൂ. അതിന് കറക്റ്റായിട്ട് നിങ്ങൾ പോയിന്റ് മാർക്ക് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അടുത്തത് അതിൽ 3 ഈക്വൽ ടു 2x പ്ലസ് വൈ. 3 ഈക്വൽ ടു 2x പ്ലസ് വൈ ആണ്. ഇതിന് നമുക്ക് വേണമെങ്കിൽ y ഈക്വൽ ടു എന്ത് എഴുതാം? y ഈക്വൽ ടു 3 മൈനസ് 2x. y ഈക്വൽ ടു 3 മൈനസ് 2x എഴുതുക. എന്നിട്ട് ബോക്സ് കണ്ടുപിടിക്കുക. ബോക്സ് കണ്ടുപിടിക്കാൻ അറിഞ്ഞു കഴിഞ്ഞാൽ ഗ്രാഫ് വരിയാൻ നിങ്ങൾക്ക് അറിയാം. ബോക്സ് കണ്ടുപിടിക്കുന്നത് മാത്രം പറഞ്ഞുതരാം. ഈക്വൽ ടു 1 y ഈക്വൽ ടു 1 കിട്ടി. ഇനി എക്സിന് നമ്മൾ 2 കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. എക്സിന് 2 ആണ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെ y എന്ന് പറയുന്നത് 3 മൈനസ് 2 ഇൻറ്റു 2. 2 ഇൻറ്റു 2 4. അപ്പോൾ 3 മൈനസ് 4 ആണ് വരുന്നത്. 3 മൈനസ് 4 എന്ന് പറഞ്ഞാൽ അവിടെ -1 ആണ് വരുന്നത്. അപ്പോൾ എക്സ് 2 y -1. നമ്മുടെ ഇപ്പോഴത്തെ സൈഡും കൂടി വരുന്നല്ലോ. ഗ്രാഫ് ഇങ്ങോട്ടേക്ക് പോയിന്റ് ഇങ്ങനെ മാറി വരും. അതനുസരിച്ച് ഈ പോയിന്റ് വെച്ചിട്ട് ഗ്രാഫ് വരയ്ക്കാം. ഇതിൽ അത്രയേ ഉള്ളൂ. ഇനി അതിൽ സെക്കൻഡ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്നാണ് പറയുന്നത്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ഗിവ് ദി ഇക്വേഷൻ ഓഫ് 2 ലൈൻസ് പാസിംഗ് ത്രൂ 214ലൂടെ പാസ് ചെയ്യുന്ന 2 ഇക്വേഷൻ കാണണം. പിന്നെ ഹൗ മെനി മോർ സച്ച് ലൈൻസ് ആർ ദർ ആൻഡ് വൈ. അപ്പോൾ ഇവിടെ നമ്മുടെ പോയിന്റ്സ് 2ഉം 14ഉം ആണ്. 2ഉം 14ഉം എക്സ് 2ഉം y 14ഉം ആണ്. അപ്പം നമ്മൾ എക്സ് പ്ലസ് വൈ ആണ് ഒരു ഇക്വേഷൻ കൊടുക്കുന്നത് എന്ന് വിചാരിക്കാം. അപ്പം എക്സ് ഇവിടെ 2, y 14. 2 + 14 എത്രയാണ്? 16. അപ്പം നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ ഇല്ല. ഇനി ഞാൻ 2x മൈനസ് വൈ ആണ് കൊടുക്കുന്നത് എന്ന് വിചാരിക്കാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഇക്വേഷൻ ആക്കാം. കാരണം ഈ പോയിന്റ് നമുക്ക് കിട്ടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ ഇത് നമ്മൾ ഈ 2 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കണം ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ഞാൻ 2 ഇൻറ്റു 2 മൈനസ് 14. അപ്പോൾ 4 മൈനസ് 14 ആണ് വരുന്നത്. 4 മൈനസ് 14 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി? -10. അപ്പം നമുക്ക് 2 ഇക്വേഷൻ കിട്ടി. ഇക്വേഷൻ 2 കണ്ടുപിടിക്കാൻ പറഞ്ഞു. ഇനി എന്നാന്ന് പറയുന്നത് ഹൗ മെനി മോർ സച്ച് ലൈൻസ് ആർ ദർ. ഇവിടെ നമുക്ക് ഇതിന് ഇഷ്ടം പോലെ ഇതുപോലെ നമുക്ക് ഇക്വേഷൻ ആക്കാൻ കഴിയും. നമ്മൾ കഴിഞ്ഞ ഇതിൽ പറഞ്ഞതല്ലേ, ഒരുപാട് ഇക്വേഷൻ, ഇൻഫിനിറ്റ്ലി മെനി ഇക്വേഷൻ ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് ഈ 2 പോയിന്റിലൂടെ ഇൻഫിനിറ്റ്ലി മെനി ലൈൻസ് ഉണ്ടാവും. അത്രയേ ഉള്ളൂ അതിൽ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, if the point 3 4 lies on the graph of the equation 3y equal to ax plus 7. 3y equal to ax plus 7. അതിൽ നമുക്ക് പോയിന്റ് വരുന്നത് 3ഉം 4ഉം. 3 4. അപ്പോൾ ഇത് ലൈസ് ഓൺ. അപ്പോൾ നമ്മൾ ഇതിൽ എ കാണുക വേണ്ടത്. അപ്പോൾ ഈ പോയിന്റ് കൊടുത്താൽ മതി. 3 ഇൻറ്റു y എത്രയാണ്? 4 ഈക്വൽ ടു a ഇൻറ്റു എക്സ് 3 ആണ് പ്ലസ് 7. നമുക്ക് എ ആണ് കണ്ടുപിടിക്കുന്നത്. ഇനി ഇത് ഇപ്പം എങ്ങനെയായി? 3a + 7 ആയി. അപ്പോൾ നമുക്കിത് കൺഫ്യൂഷൻ ആവുന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതിയിട്ട് ചെയ്താൽ മതി.
a equal to 12 minus 7. അപ്പോൾ a equal to 5/3. Okay, 5/3. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. The taxi fare in a city is as follows. For the first kilometer, the fare is ₹8. ആദ്യത്തെ 1 കിലോമീറ്ററിന് 8 rupees ആണ്. പിന്നെ എന്താണ് പറയുന്നത്? ആൻഡ് ഫോർ ദ സബ്സിക്വൻറ്റ് ഡിസ്റ്റൻസ് ഇറ്റ് ഈസ് 5 per kilometer. സബ്സിക്വൻറ്റ് ഡിസ്റ്റൻസിന്, ബാക്കിയുള്ള ഡിസ്റ്റൻസിന് 5 per kilometer. ടേക്കിംഗ് ദ ഡിസ്റ്റൻസ് കവേർഡ് ആസ് എക്സ്. ഡിസ്റ്റൻസ് നമ്മൾ എക്സ് ആയിട്ടാണ് എടുക്കുന്നത്. ഡിസ്റ്റൻസ് കവേർഡ്, അതായത് ടോട്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എക്സ് കിലോമീറ്റർ ആയിട്ട് എടുത്തു. അതുപോലെ ടോട്ടൽ ഫെയർ ഇവിടെ ടോട്ടൽ ഫെയർ വൈ, ടോട്ടൽ ഫെയർ വൈ ആയിട്ട് എടുക്കാൻ വേണ്ടി പറയുന്നുണ്ട്. റൈറ്റ് എ ലീനിയർ ഇക്വേഷൻ ഫോർ ദിസ് ഇൻഫർമേഷൻ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഗ്രാഫ്. അപ്പോൾ നമ്മൾ ആദ്യം ഈ ലീനിയർ ഇക്വേഷൻ തന്നിട്ടില്ല, നമ്മൾ കണ്ടുപിടിക്കണം. എന്നുവെച്ചാൽ അതിൻ്റെ ഗ്രാഫ് വരയാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എക്സ് കിലോമീറ്റർ ആണ്. അതിൽ ആദ്യത്തെ 1 കിലോമീറ്ററിനാണ് 8 രൂപ. അപ്പം ബാക്കി എത്ര ഡിസ്റ്റൻസ് ഉണ്ട്? അതായത് എക്സ് കിലോമീറ്റർ കഴിഞ്ഞ്, എക്സ് കിലോമീറ്ററിൽ 1 കിലോമീറ്ററിന് മാത്രമാണ് 8 രൂപ. ബാക്കിയുള്ളതിനെല്ലാം 5 രൂപ വെച്ചിട്ടാണ്. അപ്പോൾ എക്സ് കിലോമീറ്റർ കഴിഞ്ഞാൽ ബാക്കിയുള്ളത് x-1 കിലോമീറ്റർ ആണ്. ആ x-1 കിലോമീറ്ററിന്റെ ഫെയർ എന്ന് പറയുന്നത് 5 × x-1 വരും. മനസ്സിലാവുന്നുണ്ടോ എന്നറിയില്ല. അതായത് ആദ്യത്തെ 1 കിലോമീറ്ററിനാണ് ₹8 വരുന്നത്. നമ്മുടെ ടോട്ടൽ ഡിസ്റ്റൻസ് എത്രയാണ്? എക്സ് 1 കിലോമീറ്റർ പോയി. എക്സ് 1 കിലോമീറ്റർ പോയാൽ നമുക്ക് ബാക്കിയുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതിന് എത്ര രൂപയാണ്? സബ്സിക്വന്റ് ഡിസ്റ്റൻസിന് ഇവിടെ പറയുന്നത് ₹5 per kilometer ആണ്. അപ്പോൾ ബാക്കിയുള്ള ഡിസ്റ്റൻസ് x-1 ആണ്. അതിന് 5 rupees ആണ്. അപ്പോൾ 5 × x-1 ആയി. നമുക്കിവിടെ ടോട്ടൽ ഫെയർ ആണ് y എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ ഫെയർ y ആയതുകൊണ്ട് ടോട്ടൽ ഫെയർ y അല്ലേ. അപ്പോൾ നമ്മൾ ഇക്വേഷൻ y, ടോട്ടൽ ഫെയർ y ഈക്വൽ ടു ടോട്ടൽ ഫെയർ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം വേണം? ഫസ്റ്റിലുള്ള 1 കിലോമീറ്റർ 8, അതേ പ്ലസ് ബാക്കിയുള്ളതിന് വേണ്ടുന്ന രൂപ, രണ്ടും കൂടിയിട്ട് വരും. ഒന്നുകൂടി പറഞ്ഞുതരാം. അതായത് ആദ്യത്തെ 1 കിലോമീറ്ററിന് 8 rupees ആണ്. നമ്മുടെ കൂടെ ടോട്ടൽ ഡിസ്റ്റൻസ് എക്സ് കിലോമീറ്റർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ടോട്ടൽ ഫെയർ y ആണ്. നമുക്ക് ടോട്ടൽ ഫെയറിലാണ് ഇക്വേഷൻ കാണുന്നത്. ടോട്ടൽ ഫെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെല്ലാം വരും? നമ്മുടെ ആദ്യത്തെ 1 കിലോമീറ്ററിന്റെ പൈസ പ്ലസ് ബാക്കി എത്രയാണ്? x-1 കിലോമീറ്റർ, അതിന് എത്രയുണ്ട്? ആ 2 ഫെയറും കൂടി ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ടോട്ടൽ ഫെയർ കിട്ടുള്ളൂ. അപ്പൊ ടോട്ടൽ ഫെയർ y ആയിട്ടാണ് നമ്മൾ എടുക്കുന്നത്. ടോട്ടൽ ഫെയർ y ആവുമ്പോൾ ഇവിടെ എക്സ് കിലോമീറ്ററിൽ 1 കിലോമീറ്റർ പോയി, ബാക്കി x-1 കിലോമീറ്ററിന് 5 rupees വെച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ 5 × x-1. അപ്പോൾ ടോട്ടൽ ഫെയർ എന്ന് പറയുന്നത് ആദ്യത്തെ 1 കിലോമീറ്ററിന്റെ ചാർജും ബാക്കിയുള്ള ചാർജും കൂടി. അപ്പോൾ y ഈക്വൽ ടു 8 + 5x - 5. അപ്പോൾ എന്തായി? 5x + 3. നമ്മുടെ ഇക്വേഷൻ കിട്ടിയില്ലേ? y ഈക്വൽ ടു 5x, 8ന്ന് 5 പോയി, 5x + 3. y ഈക്വൽ ടു 5x + 3 ആണ് നമ്മുടെ ലീനിയർ ഇക്വേഷൻ. അതിന് ഗ്രാഫ് വരും. y ഈക്വൽ ടു 5x + 3. ഇതിൽ നമ്മുടെ എക്സിന് ഒരു വാല്യൂ കൊടുക്കുകയാണെങ്കിൽ y കിട്ടും. ബോക്സ് കണ്ടുപിടിക്കാം. എക്സ് വൈ. എക്സിന് നമ്മളിപ്പോൾ ആദ്യം 0 ആണ് കൊടുക്കുന്നത് വിചാരിക്കുക. എക്സിന് 0 കൊടുക്കുമ്പോൾ y എന്തായി? 3 ആയിട്ട് മാറി. ഇത് മുഴുവൻ 0 ആയിപ്പോൾ y 3 ആയി. എക്സിന് 1 കൊടുക്കുന്നത്. എക്സിന് 1 കൊടുക്കുമ്പോൾ y എന്ന് പറയുന്നത് 5 + 3 8 ആയി. ഇനി എക്സിന് 2 കൊടുക്കുകയാണെങ്കിൽ എക്സിന് 2 കൊടുക്കുമ്പോൾ 5 × y എന്ന് പറയുന്നത് 5 × 2 + 3 10 + 3 30. എക്സിന് 2/30. ഇത് വെച്ചിട്ട് നിങ്ങൾ ഗ്രാഫ് വരിക. ഇതിലെ 5ാമത്തെ ക്വസ്റ്റ്യൻ, ഫ്രം ദ ചോയ്സസ് ഗിവൺ ബിലോ ചൂസ് ദി ഇക്വേഷൻ ഹൂസ് ഗ്രാഫ്സ് ആർ ഗിവൺ ഇൻ ഫിഗർ 1 and 2. അത് ഏതിൻ്റെ? നമ്മൾ കഴിഞ്ഞ എക്സാമ്പിളിൽ ചെയ്തില്ല അതുപോലെ. അപ്പോൾ അതിൻ്റെ പോയിന്റ്സ് എടുക്കുക. പോയിന്റ്സ് എടുത്തതിന് ശേഷം ഏതിൻ്റെ ഗ്രാഫ് ആയിരിക്കും എന്നുള്ളത് കണ്ടുപിടിക്കണം. അപ്പോൾ അതിൽ നമുക്ക് പോയിന്റ്സ് ഏതാ വരുന്നത്? ആദ്യത്തതിൻ്റെ പോയിന്റ്സ് 0 0
പിന്നെയോ 1 മൈനസ് 1 മൈനസ് 1 1 ഇത്രയും പോയിന്റ്സാണ് വരുന്നത്. 0 0 വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് y ഈക്വൽ ടു എക്സ്, അതുപോലെ അതിൽ വരൂല എന്തായാലും y ഈക്വൽ ടു എക്സ് രണ്ട് സെയിം പോയിന്റ് വേണം. 0 0 ആണെങ്കിൽ അതായിരിക്കൂല അതിൻ്റെ ഫിഗർ. ഇനി അതായത് ഇപ്പോൾ y ഈക്വൽ ടു എക്സ് ആണ് ഫസ്റ്റ് ഇക്വേഷൻ. നമ്മൾ വൈക്ക് 0 കൊടുത്തപ്പോൾ എക്സ് 0, വൈക്ക് 1 ആ കൊടുത്തെങ്കിൽ എക്സും 1 തന്നെയാണ് വരുന്നത്. അപ്പോൾ ഇതല്ല. അടുത്തത് അതിൽ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0, എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0. ഇതിൽ നമ്മൾ ആദ്യം എക്സിന് 0 കൊടുത്തപ്പോൾ വൈയും 0, അത് ശരിയായി. 2.00 തന്നെ. ഇനി അടുത്തത് എക്സിന് 1 കൊടുക്കുക. 1 കൊടുക്കുന്ന സമയത്ത് വൈ എന്ന് പറയുന്നത് എന്തായി -1. അപ്പോൾ ഈ പോയിന്റ് ശരിയായി ഇതിൽ. ഇനി അടുത്തത് എക്സിന് -1 കൊടുക്കുന്നത്, അപ്പോൾ വൈ ഈക്വൽ ടു 1. അപ്പോൾ ഈ പോയിന്റും ശരിയായി. അപ്പോൾ ഇതാണ് ആ ഗ്രാഫിൻ്റെ ഇക്വേഷൻ. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 0 ആണ്. വൈ ഈക്വൽ ടു 2x എന്തായാലും വരില്ല. ഒരു പോയിന്റ് 1 ആണെങ്കിൽ അതിന് നേരെ ഡബിൾ വരണം വൈ ഈക്വൽ ടു 2x. ഇവിടെ അങ്ങനെ വരുന്നില്ല. 1 ആണെങ്കിൽ ഇപ്പോഴത്തെ എന്തായാലും ഇതിന് ഡബിൾ വരണം, 2x അല്ലേ. അപ്പോൾ അതുമല്ല. ഇനി അതിൻ്റെ അടുത്തത് എന്തായാലും ആയിരിക്കൂല. ഇനി അടുത്തത് രണ്ടാമത്തെ ഗ്രാഫ് ഏതിൻ്റെതാണെന്നുള്ളത്. അതിൻ്റെ പോയിന്റ്സ് എന്തൊക്കെയാണ്? 0 2 2 0 -1 3. ഇത് ഏതിൻ്റെ ഗ്രാഫാണെന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് y ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആണ്. y ഈക്വൽ ടു എക്സ് പ്ലസ് 2. y ഈക്വൽ ടു എക്സ് പ്ലസ് 2 ആകുമ്പോൾ നമ്മൾ എക്സിന് ഇവിടെ 0 കൊടുക്കുന്നത്. എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ y 2 ആണ് കിട്ടുന്നത്. ഇത് ശരിയായി. ഇനി രണ്ടാമത്തത് എക്സിന് 2 കൊടുക്കുന്ന സമയത്ത് y 0 ആവില്ല. 2 കൊടുക്കുമ്പോൾ നമുക്ക് 4 ആണ്. അപ്പോൾ ഇതല്ല. ഇനി അതിൽ രണ്ടാമത്തെ ഇക്വേഷൻ y ഈക്വൽ ടു എക്സ് മൈനസ് 2 ആണ്. എക്സ് മൈനസ് 2, എക്സിന് 0 കൊടുത്ത് 0 മൈനസ് 2, അപ്പോൾ y -2 ആണ് വരുന്നത്. അപ്പോൾ ഇതുമല്ല. അടുത്തത് y ഈക്വൽ ടു -x+2. y ഈക്വൽ ടു -x+2 ആണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പോയിന്റ് x 0 ആണ്. 0 + 2, അപ്പോൾ y നമുക്ക് 2 കിട്ടി. അപ്പോൾ ഇത് 0 2 തന്നെ. ഇനി അടുത്തതും കൂടി ചെയ്ത് നോക്കാം. y ഈക്വൽ ടു എക്സിന് 2 ആണ് കൊടുക്കുന്നത്. അപ്പോൾ -2 + 2 0. അപ്പോൾ രണ്ടാമത്തെ പോയിന്റും ശരിയായി. ഇനി അടുത്തത് എക്സിന് -1 ആണ്. അപ്പോൾ y ഈക്വൽ ടു -(-1) + 2. അപ്പോൾ -(-1) എന്തായി? +1 ആയി. y 3 ആയി. അപ്പോൾ അടുത്ത പോയിന്റും ശരിയായി. അപ്പോൾ നമ്മുടെ ഗ്രാഫ് തന്നിരിക്കുന്നത് y ഈക്വൽ ടു -x+2ൻ്റെ ഗ്രാഫാണ് അവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഗ്രാഫ് വരേണ്ടതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുക. പോയിന്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഗ്രാഫ് വരയാൻ എളുപ്പമാണ്. ഈ ചാപ്റ്ററിൽ അത്ര ബുദ്ധിമുട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും ഉണ്ടാവില്ല. അധികം നിങ്ങൾക്ക് ഗ്രാഫ് വരയാനൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാൻ വേണ്ടി നോക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.